സോനില് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയപ്പോ ആദ്യം ഡെമോക്രസിനെ പറ്റി മനസ്സിലാക്കിയ ഐഡിയ എന്താണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ജനങ്ങള് തന്നെ എലക്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ലീഡർ എന്നുള്ളതാണ് ഐഡിയ. ഒരു കിങ്ങും മൊണാർക്കൊക്കെ പോലെ നമ്മളെ ഹെറിഡിറ്ററി ആയിട്ട് ജനറേഷണലി വരുന്നൊരു പവറൊന്നുമല്ല. നമുക്ക് തന്നെ എലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെയും തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഐഡിയ എനിക്ക് ആദ്യമായിട്ട് കത്തിയത്. ഞാൻ ആദ്യമായിട്ട് ഡെമോക്രസിയുടെ ഒരു ഐഡിയ ആയിട്ട് ആലോചിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് വോട്ടിംഗ് സിസ്റ്റമാണ്. വോട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ വോട്ട്, ആ ഓരോ വോട്ടിനും സെയിം വാല്യൂ എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഉഹും. നമ്മൾ ഇപ്പൊ കാണുന്ന ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു വിഷയത്തിനെ പറ്റി നമ്മൾ കുറെ ചർച്ച കേൾക്കുന്നുണ്ട്. ഡീലിമിറ്റേഷൻ ഒക്കെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഫണ്ടമെന്റൽ ഐഡിയനെയാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ വോട്ട്, ആ ഓരോ വോട്ടിനും സെയിം വാല്യൂ ആണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം. അപ്പോ ഇതെനിക്ക് തോന്നുന്നു വളരെയധികം ഡിഫറെന്റ് സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഫെഡറലിസം വരുന്നുണ്ട്, ഉം. ഡെമോക്രസിയുടെ ഐഡിയാസ് വരുന്നുണ്ട് ഈ ഡീലിമിറ്റേഷന്റെ ഡിബേറ്റിൽ. അതേസമയം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റിയും ചോദ്യം ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉം. എന്തായാലും ഈ എപ്പിസോഡിൽ ഡീലിമിറ്റേഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും നയനീതി പോളിസി കളക്റ്റീവ് എന്നൊരു തിങ്ക് ടു ടാങ്കിന്റെ കോ ഫൗണ്ടേഴ്സ് ആണ്. ഇന്ന് നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 1-2 ആഴ്ചകളിലായിട്ട് ന്യൂസിലും പത്രങ്ങളിലും നമ്മൾ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനിലൊക്കെ നമ്മൾ കുറേ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഡീലിമിറ്റേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് വുമൻസ് റിസർവേഷനും സെൻസസും രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചുകളും മോദിയുടെ സ്പീച്ചുകളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അൺപാക്ക് ചെയ്യാം. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ ഡീലിമിറ്റേഷൻ എന്നൊക്കെ ഒന്ന് സംസാരിക്കാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിച്ചത്. എൻ്റെ അവസാനമാകുമ്പോഴത്തേനും ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണോ ഒരു നല്ല സൊല്യൂഷൻ, അതോ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ആനന്ദേ, എന്താണ് ഡീലിമിറ്റേഷൻ? ഇതെന്താണ് ഈ വാക്ക്? എന്താണ് ഇതിന്റെ ചരിത്രം? ഇന്ത്യയുടെ കേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ആവുന്നത്? ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയം ആ വാക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു ബൗണ്ടറി കൊണ്ടുവരിക, ഒരു ലിമിറ്റ് കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രശ്നത്തിലൊക്കെ ഉള്ള കേൾക്കുന്ന ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസികൾക്ക്, ലോക്സഭ മണ്ഡലങ്ങൾക്ക് ലിമിറ്റ് കൊണ്ടുവരിക പോപ്പുലേഷന്റെ സൈസിനനുസരിച്ചിട്ട് എന്നുള്ളതാണ്. ഉം. അപ്പോ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ എക്സസൈസ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 81 ആണ്. ഈ ആർട്ടിക്കിൾ 81 പ്രകാരമാണ് ഓരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയും എത്ര വലുതായിരിക്കണം, എങ്ങനെയായിരിക്കണം അതിന്റെ പ്രൊപ്പോർഷൻ ഉണ്ടാവേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 81 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയും, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയും പോപ്പുലേഷൻ ആനുപാതികമായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പോപ്പുലേഷൻ ഏകദേശം ഒരു സെയിം നമ്പർ ആയിരിക്കണം. അത് സ്റ്റേറ്റ്സുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. സ്റ്റേറ്റ്സിന്റെ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെയൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഉം. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ലോക്സഭ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടൊക്കെ എൻഫോഴ്സ് ചെയ്തിട്ടാണ് സീറ്റ്സ് നിർണ്ണയിച്ചിരുന്നത്. ആ സമയത്തൊക്കെ ഏകദേശം 7.5 ലക്ഷം ആൾക്കാർക്ക് ഒരു MP എന്നൊക്കെയുള്ള രീതിയിലാണ് ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചിട്ട് ലോക്സഭയുടെ എണ്ണവും എത്ര MP വേണം എന്നൊക്കെയുള്ള എണ്ണവും ഒക്കെ തീരുമാനിച്ചിരുന്നത്. ഉം. കുറെ കാലത്തിന് ശേഷം നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോൾ പോപ്പുലേഷന്റെ അളവൊക്കെ വളരെ അധികം കൂടി. പക്ഷെ MP-കളുടെ എണ്ണം ഏകദേശം സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ്. ഉം. ഈ ഡീലിമിറ്റേഷൻ അപ്പൊ സെൻസസ് എന്ന് പറയുന്ന ഒരു സാധനവും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സെൻസസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്രയാണ് ഓരോ സ്ഥലത്തെ പോപ്പുലേഷൻ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഉം. അതിനുശേഷം ഓരോ ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്തണം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഇതിനായിട്ടൊരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്യും സെൻസസ് കഴിഞ്ഞ ഉടനെ. ഉം. എന്നിട്ട് ആ സെൻസസിന്റെ ബേസിസിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻസി വേണ്ടത് എന്നൊക്കെയുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നൊക്കെയുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. ഉം. അപ്പോ 1952 ആദ്യത്തെ സെൻസസ് 1951 ഉണ്ടായത്. അതിനുശേഷം ഉം. 52 ഫസ്റ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
അവര് കൃത്യമായിട്ട് അവരുടെ വർക്കൊക്കെ ചെയ്തിട്ട് ഡീലിമിറ്റേഷൻ ഒക്കെ ചെയ്ത് ഓരോ സീറ്റ്സും കൃത്യമായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് ഉം, കഴിഞ്ഞിട്ട് 62-ലും സിമിലർ ആയിട്ടൊരു എക്സസൈസ് നടന്നു. ഉം, 71 സെൻസസിന് ശേഷം 72-ലും ഇങ്ങനത്തെ ഒരു എക്സസൈസ് നടന്നു. എന്നിട്ട് ഇതില് ആദ്യത്തെ ഒരു റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി പീരീഡിലുണ്ടായ 42ാമത്തെ അമെൻഡ്മെന്റ് വഴിയാണ്. ഉം, അത് ആദ്യമായിട്ട് ഒരു പോപ്പുലേഷൻ സതേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. സതേൺ സ്റ്റേറ്റ്സ് കുറച്ചും കൂടി നല്ല പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സോ എന്തൊക്കെയോ ചെയ്തിട്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉം, അവരുടെ സീറ്റ്സ് കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് സീറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഉം, ഇത് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പൊതുവെ ഒരു ചിന്തയുണ്ടായി. എന്നിട്ട് ഉം, ഈ 42ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരം തൽക്കാലം ഡീലിമിറ്റേഷൻ 25 കൊല്ലത്തേക്ക് ഫ്രീസ് ചെയ്യുന്നതാണ്. പോപ്പുലേഷൻ കുറച്ചൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്താം എന്നുള്ള ഉം, രീതിയിൽ ഫ്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായത്. അതാണ് ആദ്യമായിട്ട് സതേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും തമ്മിൽ ഒരു പോപ്പുലേഷന്റെ പ്രശ്നമുണ്ട്. സതേൺ സ്റ്റേറ്റ്സിന് കുറച്ചും കൂടി പോപ്പുലേഷൻ കുറവാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ള ഇത് ആദ്യമായിട്ടുണ്ടാവുന്നത്. ഇതിന് ശേഷം കുറച്ചു കാലത്തേക്ക് ഈ ഫ്രീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി. 2001 സെൻസസിന് ശേഷമാണ് പിന്നെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എ ബി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. ഉം, നിങ്ങൾക്കറിയോന്നറിയില്ല. അതിന് കുറച്ചു കാലം മുന്നേ എ ബി വാജ്പേയിയുടെ വേറൊരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. 13 മാസം നീണ്ടു നിന്നൊരു മന്ത്രിസഭ. അത് കൊളാപ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഓക്കെ. അത് കൊളാപ്സ് ആയത് ADMK, ജയലളിതയുടെ ഒക്കെ പാർട്ടി, അവര് ഉം, സപ്പോർട്ട് പിൻവലിച്ചപ്പോഴാണ്. അപ്പോ ഉം, എ ബി വാജ്പേയിയുടെ ഈ ഒരു 2001 ശേഷമുള്ള ഒരു മന്ത്രിസഭയും ഈ ഒരു പ്രശ്നത്തിലായിരുന്നു. കാരണം കുറേയധികം ആലൈസ് അവർക്ക് സപ്പോർട്ട് ചെയ്താലേ അവർക്ക് മന്ത്രിസഭ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഉം, അതിലൊരു മേജർ ആലൈ DMK ആയിരുന്നു. ഉം, അപ്പൊ DMK ഈ ഡീലിമിറ്റേഷൻ എക്സസൈസിനെയൊക്കെ എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോ എ ബി വാജ്പേയിയും ഈ ഡീലിമിറ്റേഷൻ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. 25 കൊല്ലത്തേക്ക് വീണ്ടും ഒരു ഫ്രീസ് കൊണ്ടുവരികയാണ്. അപ്പൊ ഉം, ഇതിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ സാധനം വീണ്ടും വീണ്ടും ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഫ്രീസ് ഇപ്പൊ അവസാനിക്കേണ്ടത് 2026-ലാണ്. അപ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൊല്ലത്തിലാണ്. അപ്പോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. യാ. അപ്പം നമ്മൾ ആദ്യത്തെ നമ്മള് കൺട്രി ഫോം ചെയ്തപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് എല്ലാ സെൻസസിന് ശേഷം കോൺസ്റ്റിറ്റ്യുവൻസീസിനെ നമ്മൾ റീഡ്രോ ചെയ്യണം. സോ ദാറ്റ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഏകദേശം സെയിം പോപ്പുലേഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക ഉം, എന്നുള്ളതായിരുന്നു പ്ലാന്. തുടങ്ങിയ സമയത്ത് 7,00,000 പേർക്ക് ഒരു MP എന്നുള്ള ഐഡിയ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഇത് 1970-ൽ അത് ബ്ലോക്ക് ചെയ്തു. 2001ലേക്ക്. 2001ൽ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു 2026ലേക്കാണല്ലോ. ഇതാണല്ലോ. അപ്പം ഇതിനകത്ത് ആനന്ദ് ഈ 42nd അമെൻഡ്മെന്റിന്റെ കാര്യം പറഞ്ഞു. എമർജൻസിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. ഉം, അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും നമ്മൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ 42nd അമെൻഡ്മെന്റുമായിട്ട് നമുക്ക് റിലേറ്റ് ഉം, ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഉം, നമുക്കൊരു വേറൊരു എപ്പിസോഡ് ചെയ്യണം. പക്ഷെ നീ പറഞ്ഞ ആ ഒരു പോപ്പുലേഷൻ കൺട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു. പോപ്പുലേഷൻ കൺട്രോളിനെ പറ്റി ഞങ്ങൾ മുമ്പ് ഒരു പോഡ്കാസ്റ്റ് കേട്ടിരുന്നു. ഞങ്ങൾ ഷോ നോട്ട്സ് ലൈൻ ലിങ്ക് ഇടാം. അപ്പം പോപ്പുലേഷൻ കൺട്രോൾ പോളിസീസും കാര്യങ്ങളൊക്കെ 1970s 80s 90s ആ സമയത്ത് ഇന്ത്യക്ക് ഭയങ്കര ഒരു ഒബ്സഷൻ ആയിരുന്നു. സോ യാ ഉം. അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് തോന്നി. ഓക്കെ. അപ്പം ഡിലിമിറ്റേഷന്റെ ഹിസ്റ്ററി ഇതാണ്. ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവരാനും ഇപ്പത്തെ ഇതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരാനൊക്കെ എന്താണ് ഈ പെട്ടെന്ന് ഡീലിമിറ്റേഷൻ ഒരു ഇഷ്യൂ ആയി മാറാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം ഡീലിമിറ്റേഷന്റെ ആ ഒരു ഫ്രീസ് എൻഡ് ചെയ്യുന്ന ഒരു കൊല്ലമാണ് ഈ കൊല്ലം. പിന്നെയുള്ളത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് 1971 സെൻസസ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതായത് 50 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും സീറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം അബദ്ധമാണെന്ന് നമുക്ക് പോപ്പുലേഷൻ നോക്കിയാൽ മനസ്സിലാവും. കാരണം 1971 നമ്മുടെ പോപ്പുലേഷൻ 54 കോടിയായിരുന്നു. ഉം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2011 സെൻസസ് നോക്കുമ്പോൾ 120 കോടിയാണ്. അത് ഇതിനേക്കാളൊക്കെ വീണ്ടും കൂടിയിട്ടുണ്ടാവും ഇനിയൊരു സെൻസസ് വന്നു കഴിഞ്ഞാലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉം, അപ്പോ ഈ 50 കൊല്ലം മുന്നേയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ലോക്സഭ സീറ്റ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഉം, പല പ്രശ്നങ്ങളുണ്ട് ആ ഡിവൈഡ് ചെയ്ത പ്രോസസ്സിൽ തന്നെ. കാരണം അതിനുശേഷം പോപ്പുലേഷൻ ഒക്കെ ഡ്രാസ്റ്റിക്കലി മാറിയിട്ടുണ്ട്. ഉം, ആഹ് ഈ പറഞ്ഞതുപോലെ സൗത്തിലൊക്കെ പോപ്പുലേഷൻ കുറച്ചും കൂടി സ്റ്റെബിലൈസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിലൊക്കെ അത് പതുക്കെ ഡിക്ലൈനിലേക്കൊക്കെ പോകുന്നുണ്ട്. ഉം, അതേസമയം UP ആണെങ്കിലും ബീഹാർ ആണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത്, ഒരു എക്സ്പ്ലോഷൻ പോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ 1971 പോപ്പുലേഷൻ പോലെയല്ല ഇപ്പോൾ നമ്മളുടെ പോപ്പുലേഷൻ സിറ്റുവേഷൻ. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പലരും പറയാറുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ ഇന്ത്യ പുതിയൊരു രാജ്യം തന്നെ അത്രയധികം കൂടുതൽ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ഉം, രാജ്യമാക്കാൻ പറ്റുന്നത്ര തന്നെ.
യുഎസിന്റെ പോപ്പുലേഷന്റെ അത്രയും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോ ആ ഒരു നമ്പർ നോക്കിയിട്ട് നമ്മൾക്ക് ഇപ്പോഴും ഇത് ചെയ്യണോ, അത് ആക്യുറേറ്റ് ആണോ, അത് കൃത്യമായിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ വോട്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. തെലങ്കാനയിലെ ഒരു സീറ്റിലൊക്കെ 31.5 ലക്ഷം വോട്ടേഴ്സ് ആണ് ഒരു എംപിനെ എലക്ട് ചെയ്യുന്നത്. അതേസമയം കേരളത്തിലെ പല സീറ്റ്സിലും 14 ലക്ഷം 12 ലക്ഷം വോട്ടേഴ്സ് ഒക്കെയാണ് ഒരു എംപിനെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൺ വോട്ട് വൺ വാല്യൂ എന്നുള്ള ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പലർക്കും ആ ഒരു വോട്ടിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. കേരളത്തിലൊരു വോട്ടറിന് ചിലപ്പോൾ ഒരു യുപിയിലുള്ള വോട്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇരട്ടി വാല്യൂ ഉണ്ട് കേരളത്തിലെ ഒരാളുടെ ഒരു വോട്ടിന്. അപ്പോ അതൊരു ഫണ്ടമെന്റൽ പ്രശ്നമാണ്. പിന്നെ വളരെ വലിയ വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഒക്കെ ആവുമ്പോൾ എംപിമാരോടുള്ള ഒരു ആക്സസ് തന്നെ പലർക്കും കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ ഒരു പ്രശ്നം എനിക്ക് എംപിയോട് കൃത്യമായിട്ട് ചിലപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുമായിരിക്കും കേരളത്തിലാവുമ്പോൾ. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഒരു 40 ലക്ഷം പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു മണ്ഡലമൊക്കെ ആണെങ്കിൽ എംപിനെ ചിലപ്പോൾ കാണാൻ തന്നെ കിട്ടാൻ സാധ്യതയുണ്ടാവില്ല അങ്ങനത്തെ ഒരു മണ്ഡലത്തിലൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് അവരുടെ പ്രശ്നം എംപിയോട് റേസ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു പ്രശ്നം വരും. അതേസമയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരു ക്ലയന്റലിസം അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ഷൻ സംവിധാനം ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം ആണ്. കുറച്ചു പേരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി ഇലക്ഷൻ ജയിക്കാൻ എന്നൊക്കെയുള്ള ഒരു കേസ് ഉണ്ടല്ലോ. അപ്പോൾ കുറെ അധികം പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ അതിലൊരു സെക്ഷൻ ആൾക്കാരുടെ വോട്ട് മാത്രം മതി ശരിക്കും ഒരാൾക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട്, എംപി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെ പ്രശ്നവും ആൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിൽ. പ്രധാനമായിട്ടും ആ ഒരു ഡെമോക്രസിയുടെ കോർ ഐഡിയ, ഈ വൺ വോട്ട് വൺ വാല്യൂ എന്നുള്ളത് നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പോ ഇതിൽ ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. അതിൽ ആക്ച്വലി കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫ്സും ഒക്കെ പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പോഴത്തെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവരൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് പ്രകാരം തമിഴ്നാടിനൊക്കെ അവർക്ക് കിട്ടേണ്ടതിനേക്കാളും അവരുടെ പോപ്പുലേഷന്റെ പ്രൊപ്പോർഷനേക്കാളും 9 സീറ്റ്സ് കൂടുതലാണ് തമിഴ്നാടിന് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ശ്രുതി രാജഗോപാലൻ പറയുന്നത്. അതേസമയം യുപിക്ക് അവരുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 12 സീറ്റ് കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്പർ ആക്ച്വലി 12 സീറ്റ്സ് കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു മാലപ്പോർഷൻമെന്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അപ്പോർഷൻ ചെയ്യാത്ത ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് ശ്രുതി രാജഗോപാലിനൊക്കെ പറയുന്നത്. അപ്പോ ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഇങ്ങനത്തെ ഒരു നമ്മളുടെ ഡെമോക്രസിയുടെ തന്നെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓരോ ആൾക്കാരുടെ വോട്ടിനും വാല്യൂ ഉണ്ടോ, സെയിം വാല്യൂ ആണോ എന്നൊക്കെയുള്ള ഒരു പ്രോബ്ലം. അപ്പോ അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം. കാരണം നമ്മൾ ഇപ്പോഴും 1971 സെൻസസ് നോക്കിയിട്ടാണ് സീറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫണ്ടമെന്റൽ പ്രശ്നമുണ്ട്. കാരണം എല്ലാവർക്കും സെയിം വാല്യൂ അല്ല ഉള്ളത് എന്നുള്ളത് വോട്ടിന്. ഇപ്പൊ ആനന്ദ് ഇപ്പൊ ഡീലിമിറ്റേഷന്റെ ഹിസ്റ്ററി പറഞ്ഞു. എന്താണ് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാലം നടന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പം പാർലമെന്റിൽ എന്ത് ബില്ലാണ് അവതരിപ്പിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പം അല്ല, ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ. ഒന്ന് സെൻസസിന്റെ സംഭവമുണ്ട്. പിന്നൊന്ന് ഡീലിമിറ്റേഷന്റെ കാര്യമുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ സെൻസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2011 സെൻസസ് നടന്നതിന് ശേഷം 2021 നടക്കണമായിരുന്നു. പക്ഷെ 21 നടന്നില്ല. കോവിഡ് കാരണം നടന്നില്ല. റൈറ്റ്. അതിനുശേഷം നമ്മൾ ഇതുവരെ സെൻസസ് ചെയ്തിട്ടില്ല. ഇപ്പൊ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. പൊതുവെ സെൻസസും ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഡീലിമിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ റീജിയനിലും ഓരോ സ്ഥലങ്ങളിലും എത്ര ആൾക്കാരുണ്ടെന്ന് അറിയുന്ന ഇൻഫർമേഷൻ നമുക്ക് ആകെ കിട്ടുന്നത് സെൻസസിനാണ്. പാർലമെന്റിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടൊരു ഡീലിമിറ്റേഷൻ നടത്താൻ പോവാണ്. ആ ഡീലിമിറ്റേഷൻ 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്താണ് നടത്താൻ പോകുന്നത്. അത് കാരണം എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും നമ്മൾ റീഡ്രോ ചെയ്യാൻ പോവാണ്. അത് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളും സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളെ നമ്മൾ റീഡ്രോ ചെയ്യാൻ പോവാണ്. റൈറ്റ്. ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് സെൻസസ് ഫിഗേഴ്സ് ആണ് പറഞ്ഞത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2011 സെൻസസ് ഫിഗേഴ്സ് ആണ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളെയും റീഡ്രോ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ റീഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ പോപ്പുലേഷൻ ബാലൻസും ജോഗ്രഫിക്കൽ ബാലൻസും ഇതെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും സെയിം നമ്പർ ഓഫ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാവുന്ന സമയത്ത് പാർലമെന്റിൽ സീറ്റുകൾ കൂടും. ഈ സീറ്റുകൾ കൂടുമ്പോൾ ആണ് അടുത്ത വിഷയം വരുന്നത്. അതാണ് വുമൻസ് റിസർവേഷൻ. റൈറ്റ്. പാർലമെന്റിൽ ഇപ്പം കൂടാൻ പോകുന്നത് ഇപ്പോൾ ഉള്ള സീറ്റുകളെക്കാട്ടും അതിന്റെ ഒരു 33% സീറ്റുകളും കൂടെ കൂടുതൽ പാർലമെന്റിൽ കൂടും. റൈറ്റ്.
ഇപ്പൊ ഓൾമോസ്റ്റ് ഉള്ളത് 550 സീറ്റ്സ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 700+ സീറ്റ്സ് പാർലമെന്റിൽ വരുന്നു. ആ എക്സ്ട്രാ വരുന്ന സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ്? ഉം, വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. പാർലമെന്റിലുള്ള സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. നമുക്ക് സ്ത്രീകൾ എംപീസ് ഭയങ്കര കുറവാണ്. ഞാൻ അതിനെപ്പറ്റി ഇൻട്രസ്റ്റിംഗ്ലി റീസെന്റ് കാണുമായിരുന്നു. ടിഎംസിക്കാണ്, അതായത് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനാണ് പെർസെന്റേജ് വൈസ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പാർലമെന്റിലുള്ളത്. റൈറ്റ്? ഉം, തൃണമൂലിന്റെ ഹെഡ് ആരാണ്? മമതാ ബാനർജിയാണ്, ഒരു സ്ത്രീയാണ്. ഉം, റൈറ്റ്? സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളാണ്. പല പാർട്ടികളിലും പുരുഷ മേധാവിത്വം കാരണം പല സ്ത്രീകൾക്ക് അവസരം കിട്ടാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഉം, അറിയത്തില്ല. അപ്പം ടിഎംസിയിൽ ആണ് കൂടുതൽ സ്ത്രീകൾ. പക്ഷെ എന്തോ ആവട്ടെ, ഒരു 33% സീറ്റുകൾ എങ്കിലും പാർലമെന്റിൽ സ്ത്രീകൾക്ക് റിസർവ് ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കൂടണം എന്നുള്ള കോൺവെർസേഷൻ ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അപ്പം ഉം, അതും കൂടെ എക്സ്ട്രാ വരുന്ന സീറ്റുകളിൽ സ്ത്രീകളുടെ റിസർവേഷൻ കൂടെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ബില്ലുകളുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. റൈറ്റ്? ഇതിനു വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോ ഇതിനെ മൊത്തത്തിലൊരു വുമൻസ് റിസർവേഷൻ ബിൽ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതൊക്കെ അതിന്റെ പുറകിലുള്ള പൊളിറ്റിക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് ഈ ഡീലിമിറ്റേഷനും അതുപോലെ തന്നെ നമ്പർ ഓഫ് സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നതും കൂടാതെ അതിനകത്ത് വിമൻസ് റിസർവേഷനും, ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് മേജറായിട്ട് ഈ സീറ്റിന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഉം, നൗ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബില്ല് പാർലമെന്റിൽ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വേണ്ടതുകൊണ്ട് പാർലമെന്റിൽ ഒരു സിമ്പിൾ മെജോറിറ്റി നമ്മൾ പറയുന്ന ഒരു മെജോറിറ്റി പോരാ. കുറച്ച് കൂടുതൽ അംഗങ്ങളുടെ മെജോറിറ്റി വേണം. ഡീറ്റെയിൽസിലോട്ട് ഞങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ കൂടുതൽ മെമ്പേഴ്സിന്റെ മെജോറിറ്റി വേണം. അങ്ങനെ ഒരു മെജോറിറ്റി ഇപ്പം ബിജെപിക്കും ബിജെപിയുടെ അലൈസ് ആയ എൻഡിഎക്കും ഇല്ല. റൈറ്റ്? ഉം, അതുകൊണ്ട് ഓപ്പോസിഷൻ അത് ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. കൂടുതലും അതിനെ എതിർത്തത് സതേൺ ആയിട്ടുള്ള സൗത്ത് നിന്നുള്ള പാർട്ടികളാണ്. ഇപ്പോൾ നമ്മൾ കേരളം, തമിഴ്നാട് അങ്ങനത്തെ സ്റ്റേറ്റുകൾ എടുത്താലുള്ള പാർട്ടികളാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ആന്ധ്രാപ്രദേശ്, ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അദ്ദേഹം എൻഡിഎയുടെ ഒരു അലൈയാണ്, ടിഡിപി എന്ന പാർട്ടി. അവരിതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതൊരു ഉം, ശരിക്കും ഒരു സൗത്ത് വേഴ്സസ് നോർത്ത് ഇഷ്യൂവിനെക്കാട്ടും അപ്പുറം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സദേൺ സ്റ്റേറ്റിനെയാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക. കാരണം ഈ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ സ്റ്റേറ്റുകളെ റീഡ്രോ ചെയ്യുമ്പോൾ, കോൺസ്റ്റിറ്റ്യുവൻസികളെ റീഡ്രോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആനന്ദ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തമിഴ്നാട്, കേരളം പോലത്തെ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് അവർക്ക് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉം, കാരണം കൊണ്ട് അത് അവരതിനെ ശക്തമായിട്ട് എതിർത്തു. ആ വോട്ട് പരാജയപ്പെട്ടു. റൈറ്റ്? അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഡീലിമിറ്റേഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ, ഇപ്പൊ ഇന്ത്യയിലെ അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ യു പിയിൽ ഓൾമോസ്റ്റ് 80 സീറ്റുകൾ ലോക്സഭയിലുണ്ട്. ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഈ 2 സ്റ്റേറ്റുകളും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 40 സീറ്റുകളുണ്ട്. അപ്പൊ ഇത് മൊത്തം തന്നെ ഒരു 160 സീറ്റുകളായി. അപ്പം ഈ നോർത്തിലൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന പാർട്ടികൾക്ക് ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം അവർക്കൊരു ഡോമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ ലോക്സഭയിൽ ഒരു മെജോറിറ്റി അവർക്ക് ഫോം ചെയ്യാൻ പറ്റും. റൈറ്റ്? ഉം, അപ്പം അങ്ങനത്തെ പ്രശ്നത്തെയാണ് സൗത്തിലുള്ള പല പാർട്ടികളും, അല്ലെങ്കിൽ സൗത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന പല പാർട്ടികളും പലപ്പോഴും ഭയക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു സംഭവം. അതുകൊണ്ടായിരിക്കാം അവർ വോട്ട് ഡൗൺ ചെയ്തതിനൊരു കാരണം. റൈറ്റ്? ഉം, പിന്നെ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യസഭ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ലോക്സഭയിലെ സീറ്റുകൾ മാറ്റുന്നതിനാണ് പറ്റി ഡിസ്കഷൻ നടക്കുന്നത്. പക്ഷെ രാജ്യസഭയിലും സീറ്റുകൾ റഫ്ലി ഒരു പോപ്പുലേഷന്റെ അടിസ്ഥാനപ്പെട്ട് തന്നെയാണ്. ഇപ്പം പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ് രാജ്യസഭയിൽ ഷെയർ ഉള്ളത്. അതും ഇപ്പൊ യു എസിലെ സെനറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ സ്റ്റേറ്റുകൾക്കും രണ്ട് സീറ്റുകൾ വെച്ചാണ് കിട്ടുന്നത്. റൈറ്റ്? അതുപോലെയല്ല കേരളത്തിലെ സിറ്റുവേഷൻ, ഇന്ത്യയിലെ സിറ്റുവേഷൻ. ഇന്ത്യയിലും രാജ്യസഭയിലെ സീറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ജനറലി ഉള്ള സീറ്റുകൾ. റൈറ്റ്? അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സൗത്തിന് ഇതൊരു ഡിഫീറ്റ് ആവും, അല്ലെങ്കിൽ സൗത്തിലെ പാർട്ടികൾക്കും സൗത്തിലെ ജനങ്ങൾക്കും ഇതൊരു കുറച്ചിലായി മാറും എന്നുള്ളതാണ് ജനറലി ഉള്ളൊരു കോൺവെർസേഷൻ നടക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സൗത്തിലെ ഗവൺമെന്റുകൾ അവര് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ അവർ കുറെ ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ടാണ് അവിടെ പോപ്പുലേഷൻ കുറഞ്ഞത്. അതുകൊണ്ട് അതിനുവേണ്ടി അവര് പിഴയടക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ പോലെയാണ് ഇത് വരുന്നതെന്നുള്ളതാണ് സൗത്തിലെ ആൾക്കാരുടെ, അല്ലെങ്കിൽ സൗത്തിലെ പാർട്ടികളുടെ, സൗത്തിലെ നേതാക്കളുടെ മൊത്തത്തിലുള്ളൊരു ഇതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്. അതാണ് പാർലമെന്റിൽ അവർ സ്പീച്ചുകളിലൊക്കെ ഇത് പറഞ്ഞത്. റൈറ്റ്? ഉം. സോ ഇപ്പം ഇങ്ങനെയാണ് ഈ 3 ബില്ലുകള് ഈ ബില്ലുകൾ ഇങ്ങനെ പരാജയപ്പെടാനുള്ള കാരണം ഉണ്ടായത്. സോനിൽ പറഞ്ഞതില് സൗത്തിലെ സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്സ് എടുത്തോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഈ ഗവൺമെന്റ്സ് കൺട്രോൾ ചെയ്തിട്ടാണോ പോപ്പുലേഷൻ ആക്ച്വലി കുറഞ്ഞത് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ പൊതുവെ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ
ഫെർട്ടിലിറ്റി റേറ്റ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഉം. ഐഡിയ. അപ്പോൾ അത് സൗത്തിലെ സ്റ്റേറ്റ്സ് കുറച്ചും കൂടി വേഗം ഡെവലപ്പ് ചെയ്തു, പല ഹിസ്റ്റോറിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ടും ഗവർണൻസിന്റെ മികവ് കൊണ്ടും എന്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ഇവിടുത്തെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അല്ലാതെ ശരിക്കും ആക്റ്റീവ്ലി ഒരു പോപ്പുലേഷൻ കൺട്രോളിനൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണോ കുറഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് അതിൽ, അവരുടെ Yeah. ആർഗ്യുമെന്റിലുള്ളതിൽ. പക്ഷേ Yeah. ഇതിൽ വേറൊരു ആംഗിളും കൂടി ഞാൻ പറയണമെന്ന് വിചാരിച്ചു. കാരണം ഇതിനൊരു ഫിനാൻഷ്യൽ സൈഡിലുള്ള ഒരു ആംഗിളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് ശരിക്കും ഒരു ലോക്സഭയിൽ കൂടുതൽ എംപിമാര് ഓരോ സ്റ്റേറ്റ്സും ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഫിനാൻസസ് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഇതൊരു പെർഫെക്റ്റ്ലി ഫെഡറൽ രാജ്യമല്ല. ഉം. ഓരോ സ്റ്റേറ്റ്സിനും എങ്ങനെയാണ് ഫിനാൻസസ് പോകുന്നത്, ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഉം. അവിടെ ഒരു വലിയൊരു റോൾ ഉണ്ട്, എങ്ങനെയാണ് ഫണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അത് ഓരോ ഫിനാൻസ് കമ്മീഷൻ ആണ് അഡ്വൈസ് കൊടുക്കുക. പക്ഷെ അവസാനം അപ്പോർഷൻ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഉം. ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഫെഡറൽ അല്ല ഇപ്പോഴും എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ കൂടുതൽ എം ഉം. പിമാരുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനും കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട് യൂണിയൻ ഗവൺമെന്റിന്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നല്ലതാണ് ഫിനാൻസ് വൈസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഫിനാൻഷ്യൽ ഫണ്ടുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും എത്ര ഫണ്ട് കിട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മണി ബിൽസ് വഴിയാണ്. ഇതിന് മണി ഉം. ബിൽസ് എന്നാണ് പറയുക. ഈ മണി ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിലാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ഇത്. അത് ലോക്സഭയിൽ മാത്രം പാസ് ചെയ്താൽ മതി, ഈ ഫണ്ട് കൊടുക്കുന്ന ബില്ലുകളൊക്കെ. അപ്പോ രാജ്യസഭയിൽ അത് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ, ഉം. രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ ഡിസഗ്രിമെന്റ്സ് ഒക്കെ പറയാം, പക്ഷെ ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്സാവും എന്നുള്ളതാണ്. അപ്പൊ ഈ ഉം. മണി ബിൽസും ലോക്സഭയിൽ ആ, ഒരു ഒരു ലോക്സഭയുടെ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ലോക്സഭയിൽ കൂടുതൽ എം പിമാരുണ്ടെങ്കിൽ ഈ മണി ബിൽസ് പാസ് ചെയ്യാനും അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഉം. കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മണി ബിൽസും ഒരു ഫാക്ടറാണ്. അപ്പോ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻസസും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഉം. സൗത്തിലെ സ്റ്റേറ്റ്സ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതിൽ. നമ്മൾ ഉം. ചിലപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫെഡറലിസം ആണെങ്കിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്സിനും അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ തന്നെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. യൂണിയൻ ഗവൺമെന്റ് അത്ര വലിയൊരു റോൾ ഇല്ല, ഉം. അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് വരുന്നുണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര പ്രശ്നമാവുമോ എന്നൊക്കെ ഉള്ളതും എന്റെ ഒരു ഡൗട്ടാണ്. ഉം. ഉം. യാ, ഉം. ഇതാണ് എനിക്ക് കുറച്ച് തോന്നിയ ഒരു സംഭവം അതില്. Yeah. എന്നാലും സോനൽ, നമുക്ക് ഡീലിമിറ്റേഷൻ ഒരു അർജന്റ് ഇഷ്യൂ തന്നെയല്ലേ? അപ്പൊ അത് ചെയ്യണോ? എന്താണ് സോനലിന്റെ ഒപ്പീനിയൻ? എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റ്സ്? സോ, ഈ ഡീലിമിറ്റേഷൻ വേണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് അത് ചോദിക്കുന്നതിന് മുമ്പ് നമ്മള് ഉം, ഒരു ഡെമോക്രസിയുടെ, ആനന്ദ് തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒരു ഡെമോക്രസിയുടെ ഫണ്ടമെന്റൽ ഐഡിയ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, റൈറ്റ്? ഉം, അപ്പം നമ്മള് ഈക്വാലിറ്റി എന്നൊക്കെ നമ്മൾ കുറെ പറയാറുണ്ട്. കുറെ ടൈപ്പ് ഈക്വാലിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഇപ്പൊ എക്കണോമിക് ഈക്വാലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഒരേ എമൗണ്ട് ഓഫ് പൈസ ഉണ്ടാവുക, റൈറ്റ്? ഇന്ത്യയിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് 5% പേരാണ് ഇന്ത്യയിലെ, 5% പേരുടെ ഇൻകം ബാക്കിയുള്ള 95%ത്തെക്കാട്ടും കൂടുതലാണെന്നും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എക്കണോമിക് ഉം, ഇനീക്വാലിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അതേസമയം സോഷ്യൽ ഇനീക്വാലിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പം കാസ്റ്റ് വൈസ് ഉള്ള ഇഷ്യൂസ് ഉണ്ട്, റിലീജിയൻ വൈസ് ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം പല കാസ്റ്റുകളെയും പല ആൾക്കാരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. കാസ്റ്റ് വൈസ് ഉള്ള ഡിസ്ക്രിമിനേഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ മാറണം എന്ന് നമ്മളെല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷനുകളൊക്കെ നടക്കാറുണ്ട്. റൈറ്റ്? പക്ഷെ ഇതിനെക്കാട്ടൊക്കെ ഫണ്ടമെന്റലി ഒരു ഡെമോക്രസി എൻഷുർ ചെയ്യുന്ന ഒരു ഇക്വാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയാണ്. റൈറ്റ്? നമ്മൾ ഉം, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ കണ്ണുകളിൽ എല്ലാ പൗരന്റെയും പൊളിറ്റിക്കൽ പവർ സെയിം ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ പവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ്, റൈറ്റ്? ഉം, അപ്പൊ നമ്മുടെ വോട്ട്, അതായത് എന്റെ വോട്ടിന്റെ വാല്യൂവും ആനന്ദിന്റെ വോട്ടിന്റെ വാല്യൂവും സെയിം ആണെന്നുള്ളതാണ് ഐഡിയ, റൈറ്റ്? അതാണ് ഉം, പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തുടങ്ങിയപ്പോൾ തന്നെ, ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ ഇന്ത്യയിലുള്ള സകലർക്കും വോട്ട് ചെയ്യായിരുന്നു, റൈറ്റ്? പൈസ ഉം, ഉള്ളവനും പൈസ ഇല്ലാത്തവനും ഏത് കാസ്റ്റ് നിന്നാണെങ്കിലും വോട്ട് ചെയ്യായിരുന്നു. എല്ലാ റിലീജിയൻ എന്നുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യായിരുന്നു. സ്ത്രീക്കും പുരുഷനും വോട്ട് ചെയ്യായിരുന്നു. പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും വോട്ട് ചെയ്യായിരുന്നു. അപ്പം എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, റൈറ്റ്? അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആയിരുന്നു നമ്മൾ തുടങ്ങിയത്, റൈറ്റ്? ഉം, അഡൽട്ടായ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും വോട്ട് ചെയ്യായിരുന്നു, റൈറ്റ്? അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആനന്ദ് യു പിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ രണ്ടുപേരുടെയും പൊളിറ്റിക്കൽ പവർ സെയിം അല്ല. കാരണം ഉം,
എന്റെ വോട്ടിന്റെ വാല്യൂവും ആനന്ദിന്റെ വോട്ടിന്റെ വാല്യൂവും രണ്ടും രണ്ടാണ്. റൈറ്റ്? അപ്പം അതായത് ഇപ്പം ഞാനൊരു ഇമാജിനറി നമ്പർ പറയുകയാണെങ്കിൽ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10,00,000 പേരാണുള്ളത്. എനിക്കൊരു എംപി ഉണ്ട്. ആനന്ദിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 40,00,000 പേരാണുള്ളത്. ആനന്ദിന് ഒരു എംപി ഉണ്ട്. 10,00,000 പേരെ ഇപ്പൊ ഞാനൊരു വോട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വോട്ടിന് 1/10,00,000 ആണ് എന്റെ വോട്ടിന്റെ വാല്യൂ. ആനന്ദ് വോട്ട് ചെയ്യുമ്പോൾ അത് 1/40 ലാക്ക് ആണ് അതിന്റെ വാല്യൂ. റൈറ്റ്? അപ്പൊ ആ. രണ്ടിലും ഭയങ്കര വലിയ വ്യത്യാസം ആ വാല്യൂവിനകത്തുണ്ട്. സോ വൺ വോട്ട് വൺ വാല്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് സോഷ്യൽ ഇനീക്വാലിറ്റിയും എക്കണോമിക് ഇനീക്വാലിറ്റിയും ഒക്കെ നമ്മൾ മാറണം എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റലി അതിനെല്ലാം മുമ്പ് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരേ പൊളിറ്റിക്കൽ പവർ ഉണ്ടാവണം. അതിന് നമ്മൾ ഡീലിമിറ്റേഷൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതൊരു നോൺ നെഗോഷ്യബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ലാത്തൊരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. റൈറ്റ്? ഉം. അതാണ് ഒന്നാമത്തെ കാര്യം. ഡീലിമിറ്റേഷൻ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പല കോൺസ്റ്റിറ്റ്യുവൻസികളും ആനന്ദ് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വലുതാണ്. റൈറ്റ്? അപ്പം ഇപ്പം നമുക്കൊരു എംപി നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ എംപി ഉള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രശ്നങ്ങൾ ലോക്സഭയിലും അല്ലാതെ മറ്റു വേദികളിലൊക്കെ റേസ് ചെയ്യാനാണ് എംപിമാരുള്ളത്, മെമ്പർ ഓഫ് പാർലമെന്റുമാരുള്ളത്. ഇവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 5 കൊല്ലത്തിന് സമയം കിട്ടുന്നില്ലെങ്കിൽ കാര്യമില്ല. റൈറ്റ്? ഉം. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി അത്രയും വലുതാണ്. ഇത്രയും ജനങ്ങൾ അവിടെയുണ്ട്. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട്. ഡൈവേഴ്സായ പ്രശ്നങ്ങളുണ്ട്. ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനും നമ്മുടെ നിവേദനങ്ങൾ കൊടുക്കാനും പ്രശ്നങ്ങൾ അറിയിക്കാനും ഒക്കെ നമ്മുടെ ഒരു ആക്സസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയുകയാണ് നമ്മളൊരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഭാഗമാകുമ്പോൾ. ഉം. അവിടെയും അഗെയിൻ പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയുടെ പ്രശ്നമുണ്ട്. കേരളത്തിലുള്ള എനിക്ക് എളുപ്പത്തിൽ എന്റെ എംപിനെ ആക്സസ് ചെയ്യാൻ പറ്റും. യുപിയിലെ ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ പേര് ക്യൂ നിൽക്കുകയാണ് ആ എംപിനെ കാണാൻ വേണ്ടി. റൈറ്റ്? അതാണ് വേറൊരു വിഷയം. മൂന്നാമത് നമ്മളൊരു വിഷയം നോക്കുകയാണെങ്കിൽ ഈ വലിയ കോൺസ്റ്റിറ്റ്യുവൻസികളുള്ള സംസ്ഥാനങ്ങൾ റൈറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് പൂർ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ. റൈറ്റ്? ഉം. ദാരിദ്ര്യം കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ളത്. റൈറ്റ്? അപ്പം അവിടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള എംപിമാര് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ റേസ് ചെയ്യാനുള്ള എംപിമാർക്ക് ആ പ്രശ്നങ്ങൾ അത്ര കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഉം. വിഷയം. റൈറ്റ്? അപ്പം പോറായ സ്ഥലങ്ങൾ കൂടുതൽ പൂറായി മാറുന്നു. റൈറ്റ്? പലപ്പോഴും എക്കണോമിക് ഡിബേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പൂർ ബിക്കംസ് പൂറർ, റിച്ച് ബിക്കംസ് റിച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എക്കണോമിക് ഡിബേറ്റ്സും സോഷ്യൽ ഡിബേറ്റ്സ് ഒക്കെ വരുന്ന മുമ്പ് വരുന്ന സാധനമാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്വാലിറ്റി. റൈറ്റ്? അപ്പം ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാൻ കാരണമായി തീരുന്ന ഒരു വിഷയമാണ് എംപിമാർക്ക് അവിടെ വലിയ കോൺസ്റ്റിറ്റ്യുവൻസികൾ ഉണ്ടാവുക. ആ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഭവം. റൈറ്റ്? അപ്പം ഈ പൂറായ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന എംപിമാര് ലോക്സഭയിൽ വരുന്നത് കുറയാൻ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ അവിടെ റേസ് ചെയ്യപ്പെടുന്നത് കുറയാൻ നമ്മുടെ ഇപ്പോഴത്തെ ഡീലിമിറ്റേഷൻ നടക്കാത്ത അല്ലെങ്കിൽ 1971 ഫ്രീസ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ആ സെയിം ഇഷ്യൂ തന്നെ ഇപ്പം ചെറുപ്പക്കാര് അപ്പം കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ചെറുപ്പക്കാരുണ്ടാവുക. അതുകൊണ്ട് ചെറുപ്പക്കാരാണല്ലോ നാളെയുടെ നമ്മുടെ ഓരോരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാളെയുടെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ അണീക്വലി ആണ് നമ്മൾ ലോക്സഭയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതേസമയം നമ്മളിപ്പം റിലീജിയസ് വൈസ് മുസ്ലിം എംപിമാർ കുറവാണ്. എസ്-സി, എസ്-ടി എംപിമാർ കുറവാണ്. അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ സെയിം വിഷയം തന്നെയാണ് വരുന്നത്. നമ്മളപ്പം ഈ ഡീലിമിറ്റേഷൻ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കുറെ രീതിയിൽ ഈ റെപ്രസെന്റേഷൻ ഇഷ്യൂ പൂറായ ആൾക്കാരുടെയും റിലീജിയസ് മൈനോറിറ്റീസിന്റെയും കാസ്റ്റ് മൈനോറിറ്റീസിന്റെയും ഒക്കെ ലോക്സഭയിലെ റെപ്രസെന്റേഷൻ കുറെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷെ കുറെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി കൊണ്ടുവരിക, ഒരു ഒരു വോട്ട് എല്ലാവർക്കും ഒരു വോട്ടിന് ഒരു മൂല്യം എന്നുള്ള സംഭവം എൻഷുർ ചെയ്യാൻ ഡീലിമിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോനൽ പറഞ്ഞതിൽ ഒരു സംഭവം ആഡ് ചെയ്യാനുള്ളത്, സോനൽ ഇപ്പൊ കുറെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു. SC ST മുസ്ലിംസ് അല്ലെങ്കിൽ പുവർ ആൾക്കാര്. നമ്മള് ഇതിന് മുന്നേ ഫ്രീസ് ചെയ്തത് 1971 പറഞ്ഞല്ലോ. 1971 സെൻസസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായത് ഈ കമ്മ്യൂണിറ്റികളിലൊക്കെയാണ്. അതായത് അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആയിരുന്നു കുറച്ചും കൂടി കൂടുതൽ. അപ്പോ ഉം. മുസ്ലിംസ് ആ സമയത്ത് കുറെ അധികം പോപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. SC ST കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ചെയ്തിട്ടുണ്ട്. ഉം. ഇത് അഗെയിൻ വേറൊരു തരത്തിലുള്ള ഡിബേറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ അവര് ജനറലി കുറച്ചും കൂടി പുവർ ആയതുകൊണ്ട് അവർ കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയ. Yeah. അത് ആക്ച്വലി കണക്ട് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആയിട്ടാണ്. അപ്പോ ഉം. കൂടുതൽ പാവപ്പെട്ട ഒരു ആൾക്കാരെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് ആനുപാതികമായിട്ട് സീറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിലൊരു വലിയ പ്രശ്നം. അപ്പോ ഉം. ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കണക്ട് ആവും. കാരണം നമ്മളിപ്പോഴും ആ 71 ഫിഗേഴ്സ് വെച്ചിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ അണ്ടർ റെപ്രസെന്റഡ് ആവുന്നതാണ് എന്നാണ് അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഇത്. അപ്പോ
നമുക്കെന്തായാലും ഇതിലുള്ള കുറച്ച് സൊല്യൂഷൻസും കൂടി നോക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡീലിമിറ്റേഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ആനന്ദേ, നമ്മള് സൊല്യൂഷൻസ് സംസാരിക്കുമ്പോൾ ഇതൊരു വളരെ കോംപ്ലക്സ് ആയ ഇഷ്യൂ ആണ്. എളുപ്പത്തിലുള്ള ഇഷ്യൂ അല്ല. പബ്ലിക് പോളിസിയിലെ എല്ലാ ഇഷ്യൂസും പോലെ ഇത് കോംപ്ലക്സ് ആയ ഇഷ്യൂ ആണ്. അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരുടെ വോട്ടിനും ഒരു മൂല്യം കൊണ്ടുവരിക എന്നുള്ള വളരെ ഫണ്ടമെന്റൽ ആയ ഇമ്പോർട്ടന്റ് ആയ ഡെമോക്രസിയുടെ ഒരു കാര്യം നമുക്ക് എൻഷുർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം സൗത്ത് സ്റ്റേറ്റുകൾ പറയുന്നത് അവരുടെ റെപ്രസെന്റേഷൻ കുറയും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. റൈറ്റ്. അപ്പം അവര് ഫെർട്ടിലിറ്റി റേറ്റ്സ് കുറച്ചതിന്, അല്ലെങ്കിൽ അവർ ഡെവലപ്മെന്റ് കൊണ്ടുവന്നതിന് അവര് പണിഷ് ചെയ്യുന്ന പോലെയാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ സൊല്യൂഷൻസ്? എന്തൊക്കെ ഐഡിയാസ് ആണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത്? ഉം. ഇത് ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് കണക്ട് ചെയ്തൊരു വിഷയവും കൂടിയാണ്. കാരണം നമ്മൾ ഈ സൗത്ത് വേഴ്സസ് നോർത്ത് ഡിബേറ്റ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. ഇത് ഭയങ്കര ചേരിതിരിഞ്ഞിട്ടുള്ള ഒരു അടി പോലെയൊക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആവുന്നുണ്ട്. പലപ്പോഴും സക്സീഡ് ചെയ്യാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ട്. സൗത്ത് സ്റ്റേറ്റ്സ് ഒക്കെ വേറൊരു രാജ്യമാക്കുക എന്നൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോ ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് എല്ലാ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇതിനൊന്ന് ചിന്തിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത്. ഞാനപ്പോ ഇതിന് കുറെ ആൾക്കാർ എഴുതിയ ഐഡിയാസും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോ അതൊക്കെ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. ഉം. ഇപ്പൊ പ്രണയ് കൊട്ടസ്ഥാനി എന്ന് പറഞ്ഞൊരു തിങ്കർ, പോളിസി തിങ്കർ, അതേസമയത്ത് മിലൻ വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു തിങ്കർ, ശ്രുതി രാജഗോപാലൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ്, ഇവരൊക്കെ ഡിഫറെന്റ് രീതിയിലാണ് ഈ പ്രശ്നത്തിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നത്. ഉം. അതൊക്കെ നമ്മൾ ഷോ നോട്ട്സിലിടാൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിനും ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഡീലിമിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. കാരണം ഇപ്പൊ സൗത്ത്, അല്ലെങ്കിൽ സൗത്തിലെ സ്റ്റേറ്റ്സ് പറയുന്ന ഒരു ആർഗ്യുമെന്റ്, നമ്മൾ കുറെ ഡെവലപ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു, അപ്പൊ നമ്മളെ പണിഷ് ചെയ്യരുത്, നോർത്തിലെ ആൾക്കാരെ പണിഷ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് സംസാരം പലപ്പോഴും പോകുന്നത്. കാരണം യാ. അവരെന്തോ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല, അവരുടെ സിറ്റിസൺസ് ഇപ്പോഴും കുറെ കുട്ടികളെ ഉണ്ടാക്കുന്നതാണ്, ഉം. അപ്പൊ അവരെ പണിഷ് ചെയ്യണം, നമ്മളുടെ റിസോഴ്സ് ഒക്കെ അവർ വേസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് വരെ പറയുന്ന പല ആർഗ്യുമെന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ യാ. ഇത് അല്ല, ഭയങ്കര നീ പറഞ്ഞതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഉം, ഇപ്പൊ പൊതുവേ കോൺവെർസേഷൻ ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്തിനെ പണിഷ് ചെയ്യാന്നുള്ള കോൺവെർസേഷൻ നടക്കുന്നുള്ളൂ. പക്ഷെ നീ പറഞ്ഞതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, അത് ചെയ്തില്ലെങ്കിൽ അത് നോർത്തിനെ പണിഷ് ചെയ്യുന്ന പോലെയാണ്. സോ കാരണം അവരുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റീനെ എഫക്ട് ചെയ്യുന്ന സംഭവമാണ്. സോ ഉം, ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പം ഇങ്ങനെ രണ്ട് പാർട്ടി നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് തന്നെ സെൻസ് ഉണ്ടാക്കാത്ത കാര്യമാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടി ഇതിനകത്ത് പണിഷ്ഡ് ആണ് ഉം. എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ നമുക്ക് പണിഷ് ചെയ്യാതെ വെക്കാൻ പറ്റത്തില്ല. അപ്പം എന്നുള്ളൊരു കാര്യം നീ പറഞ്ഞൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാൻ എനിക്ക് തോന്നി. കണ്ടിന്യൂ. ഈ പണിഷ് ചെയ്യുക എന്ന് പറയുമ്പോഴും എനിക്ക് ഒരു എതിർപ്പുള്ളത്, കാരണം നോർത്തിലുള്ള പല ഗവൺമെന്റും ചെയ്ത പ്രശ്നങ്ങൾ കൊണ്ടാണ് അവിടെ ഇപ്പോഴും ഡെവലപ്മെന്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അവിടെ ഉം. ഇപ്പോഴും ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയിട്ട് നിൽക്കുന്നത്. ഉം. അപ്പോ ആ ഗവൺമെന്റ്സിനെ പണിഷ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആ ഗവൺമെന്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. പക്ഷേ അവിടുത്തെ ജനങ്ങളെയാണ് നമ്മൾ പണിഷ് ചെയ്യുന്നത്. അവരുടെ വോട്ടിംഗ് റൈറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ വോട്ടിന്റെ പവർ കുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഉം. അപ്പൊ അതാണോ റൈറ്റ് വേ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളതും എന്റെ ഒരു ചോദ്യമാണ്. ഉം. നമ്മൾക്ക് അവിടുത്തെ ഗവൺമെന്റ്സ് ചെയ്ത പ്രശ്നങ്ങൾക്ക് അവിടുത്തെ ആൾക്കാരെ പണിഷ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. അപ്പോ ഇതിൽ പല ആൾക്കാരും പല ഡിഫറെന്റ് സൊല്യൂഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഉം. ആദ്യമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അജയ് ഷാ ഉം. എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റും പോളിസി തിങ്കറും ഒക്കെ പറഞ്ഞ ഒരു ഐഡിയ. ഉം. പുള്ളി പറഞ്ഞത് തൽക്കാലം നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇത് ഇനിയും ഒരു 25 കൊല്ലത്തേക്ക് തന്നെ ഒന്നും ചെയ്യാതെ വെക്കുക, ഇത് വേറൊരു ഫ്രീസ് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. കാരണം പുള്ളി പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഉം. ഇപ്പൊ സൗത്തിലെ സ്റ്റേറ്റ്സിൽ പോപ്പുലേഷൻ കുറവാണെങ്കിലും ഇവിടെയാണ് കുറെ അധികം എക്കണോമിക് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്, കൂടുതൽ പൈസ ഉള്ളത് ആൾക്കാരുടെ കയ്യിൽ. ഉം. അപ്പോ നോർത്ത് നിന്നൊക്കെയുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന നമ്മൾ കുറെ കാണുന്നുണ്ട്, കേരളത്തിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഉം. മൈഗ്രേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയി പോയിക്കോളും എന്നാണ് അജയ് ഷാ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഉം. അപ്പോ എനിക്കതിൽ കുറെ ഡിസഗ്രിമെന്റ് ഉണ്ട്. അതിലുള്ള പ്രധാന ഡിസഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ടിന്റെ പവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളതാണ്. സോനലിന് എന്താണ് തോന്നുന്നത് അതിന് ഈ ഒരു സൊല്യൂഷൻ കേട്ടപ്പോ? യാ. അപ്പം എനിക്ക് തോന്നുന്നത്, ആദ്യം തന്നെ എന്റെ മനസ്സിലോട്ട് വന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈയിടെ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത്, ഒരു ഗവൺമെന്റ് സ്കൂളിൽ പ്രോഗ്രാം ചെയ്ത സമയത്ത്, ആ ഗവൺമെന്റ് സ്കൂളിൽ കുറെ നമ്മുടെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ പിള്ളേർ പഠിക്കുന്നുണ്ട്. റൈറ്റ്. ഉം, അവരും വളവള മലയാളം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കേരളീയരെ പോലെ തന്നെയാണ് അവരും. അപ്പം
വർഷങ്ങളായിട്ട് 10, 25 കൊല്ലായിട്ടൊക്കെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പം അവരൊക്കെ കേരളത്തിൽ തന്നെ വോട്ടിംഗ് സിറ്റുവേഷനിലേക്ക് ഇപ്പൊ ഇവിടെ ഒരു വീടൊക്കെ എടുത്ത് അവർക്കത് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു അഡ്രസ് പ്രൂഫ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്? അപ്പം അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ നമുക്കറിയാം മെജോറിറ്റി അല്ലെങ്കിൽ ഒരു 95% നമ്മുടെ കേരളത്തിൽ വരുന്ന മൈഗ്രൻസും അതിനകത്തൊരു 10% വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ സംസ്ഥാനങ്ങളിലോട്ട് പോകാറുണ്ട്. ഇപ്പം ബംഗാളിലെ ഉം. ഇലക്ഷനൊക്കെ വേണ്ടി കുറെ പേര് ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്ന കഥകൾ നമുക്ക് അല്ലെ അവരുടെ ലീവൊക്കെ അവർ ആ ഇലക്ഷനുമായിട്ട് അടുപ്പിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ശതമാനം ആൾക്കാർക്ക് ഇവിടെ അഡ്രസ് പ്രൂഫ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യയിലെ ഒരു മൈഗ്രേഷൻ മൊത്തം ഒരു കെയോട്ടിക് സിനാരിയോനകത്ത് അവർക്കങ്ങനെ ഇപ്പം പോപ്പുലേഷൻ അഡ്ജസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉം. എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചത്. കാരണം പലരും ഇവിടെ വരുന്നത് അവരൊറ്റക്കാണ് വരുന്നത്. അവർ ഫാമിലീസിനെ കൊണ്ടുവരുന്നില്ല. ഇന്ത്യയിൽ ഉം, ആക്ച്വലി മൈഗ്രേറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ല എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. കാരണം ഒന്ന് പലപ്പോഴും അവരെ ഈ മൈഗ്രൻസ് വരുന്ന സ്റ്റേറ്റ്സ് അത്ര അധികം ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അവരെ. ഉം, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഫാമിലീനൊക്കെ കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ബർഡൻ ആണ്. ഉം, അത്രയധികമൊന്നും അവർക്ക് ഇൻകം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള മൈഗ്രേഷൻ അത്ര അധികം ഇല്ല എന്നൊക്കെയുള്ളതാണ് നമ്മൾ സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അത് കുറെ കാലം എടുക്കും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്യുന്നതാണെങ്കിൽ. അപ്പൊ അത്രയും കാലമൊക്കെ നമ്മൾ ഇത് ഫ്രീസ് ചെയ്യാൻ റെഡിയാണോ, അത്രയും കാലം ഇവരുടെയൊക്കെ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ വോട്ടിന്റെ വാല്യൂ കുറച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ റെഡിയാണോ എന്നൊക്കെയുള്ളതാണ് ഉള്ളൊരു ചോദ്യം. yeah, രണ്ടാമത്തെ ഒരു സൊല്യൂഷനായിട്ട് ഇത് പ്രണയ് കൊട്ടസ്ഥാനൊക്കെ പറയുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ്ലി ഈ സൗത്തിലെ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഒരു ആർഗ്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും പേടിക്കുന്നത് ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നോർത്തിൽ ഭയങ്കരമായിട്ട് സീറ്റ് കൂടും. അപ്പോ അവർക്ക് കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാവും യൂണിയൻ ഗവൺമെന്റിന്റെ മുകളിൽ. അപ്പൊ ഉം, അതുവഴി ഇവിടേക്ക് വരുന്ന ഫിനാൻസസ് ഒക്കെ കുറയോ എന്നൊക്കെ ഉള്ളതാണ് അവർ പ്രധാനമായിട്ട് പേടിക്കുന്നത്. ഇപ്പൊ ഉം, തന്നെ നമ്മൾ കേരള സർക്കാരൊക്കെ ഇതിനു മുന്നേ GSTയുടെ പൈസ ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉം, അതപ്പോ കൂടുതൽ തീവ്രമായിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഉം, എന്നൊക്കെയുള്ളതാണ് ഒരു ആർഗ്യുമെന്റ്. ഉം, അപ്പൊ പ്രണയൊക്കെ പറയുന്നത് നമ്മൾ ഡീലിമിറ്റേഷൻ എന്തായാലും ചെയ്യുക. പക്ഷേ ഈ ഫെഡറലിസം ഈ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫെഡറലിസം അല്ലെങ്കിൽ ഫിസിക്കൽ ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അതാവുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഡീലിമിറ്റേഷൻ ചെയ്യാൻ പറ്റും. വേറെ അധികം വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ടി വരില്ല. ഡീലിമിറ്റേഷൻ എങ്ങനെയാണോ നമ്മൾ തീരുമാനിച്ചത് അതേപോലെ തന്നെ ചെയ്യുക. അതിന്റെ കൂടെ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്സിനും എത്രയാണ് ഫിനാൻസസ് കിട്ടുക എന്നൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ടൊരു മെക്കാനിസം കൊണ്ടുവരിക ഉം, എന്നൊക്കെയുള്ളതാണ് പ്രണയ് പറയുന്നത്. ഇപ്പോൾ ഉം, നമ്മൾ ഫിനാൻസ് കമ്മീഷൻസ് ഒക്കെ യൂഷ്വലി ഈ എത്രയാണ് സ്റ്റേറ്റ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പൈസ എന്നൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ യൂഷ്വലി 41% ഉം, സ്റ്റേറ്റ്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ലേറ്റസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ വെച്ചിട്ട്. ഉം, പ്രണയൊക്കെ പറയുന്നത് ഇത് 60% ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. ഉം, 60% പൈസയും സ്റ്റേറ്റ്സിന് കൊടുക്കുക. ടാക്സ് കളക്ട് ചെയ്ത് കിട്ടുന്ന പൈസ. ഉം, അപ്പോൾ പുള്ളി 60% എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി പെർസെന്റേജും പൈസ സ്പെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. ഓൾമോസ്റ്റ് 60% പൈസയും ഗവൺമെന്റ്സിന്റെ ടോട്ടൽ സ്പെൻഡിങ് നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലിലാണ് സ്പെൻഡിങ് നടക്കുന്നത്. അപ്പൊ 60% പൈസ ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ് എന്നൊക്കെയുള്ളതാണ് പ്രണയ് പറയുന്നത്. ഉം, ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ആർഗ്യുമെന്റ് ആണ്. ഇത് പക്ഷേ എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം യൂണിയൻ ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ പൈസ സ്വന്തം കയ്യിൽ വെക്കുക, അവർക്ക് ആ പവേഴ്സ് ഉള്ളത് കൊണ്ട് എന്നാണ് വിചാരിക്കുന്നുണ്ടാവുക. ഉം, അവരത്ര ഈസിലി 60% ഒക്കെ കൊടുക്കാൻ റെഡിയാവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടും എനിക്കുണ്ട്. ഉം. സോണലിന് എന്താണ് തോന്നുന്നത് ഈ ഒരു സൊല്യൂഷൻ? ആ ഫിസിക്കൽ ഫെഡറലിസം കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം റിഗാർഡ്ലെസ് ഇപ്പൊ ഡീലിമിറ്റേഷൻ വന്നാലും ഇല്ലെങ്കിലും അത് കൊണ്ടുവരേണ്ട ഭയങ്കര ഉം, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇപ്പം സെൻട്രിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്കും സ്റ്റേറ്റുകളിൽ നിന്ന് ലോക്കൽ ബോഡിയിലേക്കും അത് വരണം എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ആർഗ്യുമെന്റ് ആണ്. ഉം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്കുള്ളൊരു സംശയം നിന്നോട് ചോദിക്കാനുള്ളത്, നോർത്തിലെ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സീറ്റുകൾ വരികയാണെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് സൗത്തിലെ സ്റ്റേറ്റുകളിലേക്ക് വരുന്ന പൈസ കുറയോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പേടി ഉം, നമ്മൾ അഡ്രസ് ചെയ്തു. നീ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫെഡറലിസം നമ്മൾ ഫിക്സ് ചെയ്ത് അഡ്രസ് ചെയ്തെങ്കിൽ തന്നെ വേറെയും പ്രശ്നങ്ങളില്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന് വേറെയും പവേഴ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് നടത്താനുള്ള പവേഴ്സ് ഉണ്ട്. അങ്ങനത്തെ പവേഴ്സ് ഉണ്ട്. അപ്പം അതെല്ലാം അവർക്ക് വീണ്ടും സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടാവും. നോർത്തിലെ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാവും. എഗെയിൻ ഈ നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിയേർഡ് ആണ്. പക്ഷേ ഉം, ഉം. നോർത്തിലെ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവേഴ്സ് ഉണ്ടാവും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാലോ.
അങ്ങനെ നമുക്ക് ഉം. വേണമെങ്കിൽ പറഞ്ഞൂടെ? ഇപ്പൊ നാളെ ഹിന്ദി ആക്കണം നമ്മുടെ കൺട്രിയുടെ എന്താ നാഷണൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നാൽ, ഉം. അതൊരു അങ്ങനെയൊക്കെ പ്രശ്നമാവാൻ സാധ്യതയില്ലേ? ഡെഫിനറ്റ്ലി. അതും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ആണ് നമ്മളുടെ പവേഴ്സ് ഉള്ളത്. യൂണിയൻ ഗവൺമെന്റിന് ഭയങ്കര വലിയ പവേഴ്സ് ആണ്. നമ്മൾ ഉം. ആലോചിച്ചു കഴിഞ്ഞാൽ റീസെന്റ്ലി ജമ്മു കാശ്മീർ ഓവർനൈറ്റ് ആണ് അവര് പെട്ടെന്ന് ഒരു യൂണിയൻ ടെറിട്ടറി ഒക്കെ ആക്കി മാറ്റിയത്. ഉം. അങ്ങനത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു സ്റ്റേറ്റ് വേണമെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള പവേഴ്സ് വരെ യൂണിയൻ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ യാ. അങ്ങനത്തെ ഒരു ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ് സിസ്റ്റം ഉള്ള ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ ഫെഡറലിസം കൊണ്ട് മാത്രം ഒരു ചേഞ്ച് വരുമോ എന്നുള്ളത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. യാ. പക്ഷെ ഞാൻ ഈ സൊല്യൂഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. യാ. ഫിസിക്കൽ ഫെഡറലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രണയുടെ ഒക്കെ ഒരു ആർഗ്യുമെന്റ്. അവരപ്പോ വേറെ ഈ ആർഗ്യുമെന്റിനെ കുറച്ചും കൂടി ഫർദർ ചെയ്യുന്ന വേറൊരു സൊല്യൂഷനും കൂടി പ്രണയും പിന്നെ തക്ഷശിലയുടെ ഫൗണ്ടറായ നിതിൻ പയ്യും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഉം. അവർ പറയുന്ന ആ ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ചും കൂടി യൂണിയൻ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യസഭേനെ ഉപയോഗിക്കുക എന്നൊക്കെയുള്ളതാണ് അവര് പറയുന്നത്. അപ്പൊ രാജ്യസഭ എന്ന് പറയുന്നത് നമ്മളൊരു അപ്പർ ഹൗസ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തുടങ്ങിയപ്പോൾ. സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് വരിക എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ സ്റ്റേറ്റ് ഉം. ഗവൺമെന്റ്സ് ആണ് മിക്കവാറും രാജ്യസഭയിലെ ആൾക്കാരെ വിടുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ എത്ര ഓരോ അസംബ്ലിയിലും ഉള്ള സ്ട്രെങ്ത് ഉണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മൾ രാജ്യസഭ എം പിനൊക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഉം. കുറച്ചും കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിന് പവർ ഉണ്ട് രാജ്യസഭ എം പികളുടെ മുകളിൽ. അപ്പോ ഈ നിതിൻ പയ്യും പ്രണയും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭയിൽ ഇപ്പൊ യു എസിലുള്ള പോലെ ഒരു സെനറ്റ് സംവിധാനം ഉണ്ടാക്കുക ഉം. എന്നൊക്കെയുള്ളതാണ്. കാരണം ഓരോ സ്റ്റേറ്റിനും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് എം പി. ഇപ്പൊ ഉം. യു എസിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും 2 എം പിമാര് എന്നൊക്കെയുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉം. അതേപോലെ കേരളത്തിന് 2 എം പി, യു പിക്ക് 2 എം പി, അങ്ങനെ ഫിക്സഡ് നമ്പർ ഓഫ് എം പിസ് മാത്രമാക്കുക ഉം. റെസ്പെക്റ്റീവ് ഓഫ് പോപ്പുലേഷൻ ഉം. എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ് അവര് വേറൊരു ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പോ ഉം. ലോക്സഭയിൽ മാത്രം എല്ലാ ബില്ലും ക്ലിയർ ചെയ്താൽ പോരാ, രാജ്യസഭയിലും ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു നിയമം കൂടി കൊണ്ടുവരണം. മണി ബില്ല് പോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നും അവർ പറയുന്നുണ്ട്. കാരണം മണി ബില്ല് വന്നു കഴിഞ്ഞാൽ പിന്നെയും ആ പ്രശ്നം ലോക്സഭയിൽ മാത്രം പാസ്സാവുന്ന ഒരു ബില്ലാണ്. ഉം. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പൊ ഉം. മണി ബില്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് രാജ്യസഭക്കും ഈക്വൽ പവർ കൊടുക്കുക. അത് കുറച്ചും കൂടി സ്റ്റേറ്റ്സ് എന്നുള്ള കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനും 2 എം പി ഉം. എന്നുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാന്നും ഇവർ പറയുന്നുണ്ട്. യാ. ഇതിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഇതിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓരോ സ്റ്റേറ്റിനും രാജ്യസഭയിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് എം പിസ് എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെയും ഒരു കറക്റ്റായിട്ട് അപ്പോഷൻ ചെയ്തിട്ടില്ല, പോപ്പുലേഷന് പവർ ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറുമോ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്. കാരണം അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിനും ചിലപ്പോൾ കേരളത്തിനേക്കാളും സൈസ് കുറഞ്ഞ പോപ്പുലേഷൻ കുറഞ്ഞ ഗോവക്കോ അല്ലെങ്കിൽ സിക്കിമിനോ ഈക്വൽ നമ്പർ ഓഫ് എം പിസ് ആണ്. ഉം. അപ്പോ ഗോവയിലെ ആൾക്കാർക്കും കേരളത്തിലെ ആൾക്കാർക്കും അല്ലെങ്കിൽ ഗോവയിലെ ആൾക്കാർക്കും ആഹ് യു പിയിലെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സെയിം പവർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അപ്പൊ ഉം. എഗെയിൻ അത് പോപ്പുലേഷൻ ആനുപാതികമായിട്ടല്ല പവേഴ്സ് കിടക്കുന്നത്. ഉം. പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ്സിന് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ചിലപ്പോൾ നോർത്തിലല്ല ആഹ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എല്ലാ സ്റ്റേറ്റ്സും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ബില്ലുകളൊക്കെ മരവിപ്പിക്കാൻ പറ്റും. അവർക്ക് ഉം. താല്പര്യമില്ലാത്ത ബില്ലുകളൊക്കെ കൊണ്ടുവരണ്ടെന്ന് വിചാരിക്കാൻ പറ്റും. ഉം. അപ്പൊ അതിന് നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അപ്പോഴൊക്കെ കേരളത്തിന്റെ പവേഴ്സിന്റെ സെയിം പവേഴ്സ് ആയിരിക്കും ചിലപ്പോൾ സിക്കിമിനും ഗോവക്കും നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ്സിനൊക്കെ ഉണ്ടാവുക. അപ്പൊ ഉം. അവിടെയും അപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാളെ ചിലപ്പോൾ പോപ്പുലേഷൻ യു പിയിലൊക്കെ ഇനിയും വളരെ കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വളരെ കുറവാൻ സാധ്യതയുണ്ട്. എന്നാലും കേരളത്തിനും യു പിക്കും സെയിം പവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക രാജ്യസഭയിൽ. അപ്പൊ ഉം. അവിടെയും അപ്പൊ പോപ്പുലേഷന്റെ ആ ഒരു 1 പേഴ്സൺ 1 വാല്യൂ അല്ലെങ്കിൽ 1 വോട്ട് 1 വാല്യൂ എന്നുള്ള കോൺസെപ്റ്റിന് വിപരീതമായിട്ടാണോ നമ്മൾ ബിഹേവ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതാണ് യാ. ഞാൻ കണ്ട ഒരു പ്രശ്നം ഈ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിൽ. ഉം. പിന്നെ അഗെയിൻ ഇത് പ്രണയ് തന്നെ പറയുന്ന വേറൊരു ഐഡിയ ആണ്. നമ്മള് ചില സ്റ്റേറ്റ്സിന് ഇപ്പൊ ഭയങ്കരമായിട്ട് പവേഴ്സ് ഉണ്ടെന്ന് സോനൽ നേരത്തെ പറഞ്ഞല്ലോ. കാരണം ഉം. ഇപ്പൊ യു പി എടുത്തു കഴിഞ്ഞാൽ യു പിക്ക് 80 എം പിമാരാണുള്ളത്. ഉം. ബീഹാറിന് എടുത്തു കഴിഞ്ഞാൽ ബീഹാറിന് 40 എം പിമാര്, മഹാരാഷ്ട്രക്ക് 48 എം പിമാര്. അപ്പൊ നമ്മൾ ഈ ഓരോ സ്റ്റേറ്റ്സിനും ഏകദേശം ഒക്കെ സിമിലർ നമ്പർ ഓഫ് എം പിസിനാക്കാൻ ശ്രമിക്കുക എന്ന് പ്രണയ് പറയുന്നുണ്ട്. യു പിയുടെ ഉം. കേസാണ് പ്രണയ് ആക്ച്വലി ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റേറ്റിന് 80 എം പിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 15% ലോക്സഭയുടെ സ്ട്രെങ്ത് ആണ് ഒരു സ്റ്റേറ്റിന് യാ. മാത്രം കിട്ടുന്നത്. അപ്പൊ യു പിയിൽ നമ്മൾ ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു പി കൺട്രോൾ ചെയ്യുന്ന പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനായി മാറാൻ സാധ്യതയുണ്ട് അത്. ഉം. അപ്പോ പ്രണയ് പറയുന്ന ഒരു കാര്യം യു പിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഉം. ഇത്ര വലിയൊരു സംസ്ഥാനം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു ഡിസ്പ്രപ്പോർഷൻ പവർ ഒരു സംസ്ഥാനത്തിന് കൊടുക്കുകയാണ്. ഉം. അപ്പൊ അത്ര വലിയ സംസ്ഥാനങ്ങൾ വേണ്ട.
അത് ഡിവൈഡ് ചെയ്തിട്ട് 2 സംസ്ഥാനമാക്കുക എന്നൊക്കെ പ്രണയ് യാ, പറയുന്നുണ്ട്. എന്നിട്ട് 40, 40 അങ്ങാട്ടായിട്ട് സീറ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ യാ. ഒരു സംസ്ഥാനത്തിന് അത്രയധികം പവർ ഉണ്ടാവില്ല ഉം. ഈ ഒരു ലോക്സഭയിലും യൂണിയൻ ഗവൺമെന്റിലും എന്നൊക്കെയുള്ളതാണ് ആ ഒരു ഐഡിയ. യാ. അതെനിക്ക് എന്തായാലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. സോനലിന് യാ, യാ. എന്താണ് തോന്നുന്നത്? നോ, പെർഫെക്റ്റ്. എനിക്കത് ഭയങ്കര നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാ തോന്നുന്നത്. കാരണം ഈവൻ ഡെവലപ്മെന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും യുപിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യുപി ഉം, പോലത്തെ സംസ്ഥാനങ്ങൾ ഈവൻ മഹാരാഷ്ട്രയൊക്കെ എടുക്കുകയാണെങ്കിലും ഇന്റീരിയർ റീജിയൻസിൽ ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആണ്. മഹാരാഷ്ട്രയുടെ സെന്റർ ഓഫ് പവർ ഒക്കെ മുംബൈ, അങ്ങനത്തെ നാഗ്പൂർ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ വിദർഭ പോലത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ അവിടെയൊക്കെ ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആണ്, റൈറ്റ്? അപ്പൊ സീറ്റ് ഓഫ് പവർ ദൂരോട്ട് പോകുന്നതോറും ഡെവലപ്മെന്റ് കുറയാണ്. അപ്പം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഡിവൈഡ് ചെയ്യുന്നത് ഒരു ഭയങ്കര നല്ല സൊല്യൂഷനാണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതേസമയം പൊളിറ്റിക്കലി നമുക്ക് നല്ല സൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ ബീഹാർ എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ ബി.ജെ.പി വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി വർഷങ്ങളായി ഡോമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ ജാർഖണ്ഡ് എടുക്കുകയാണെങ്കിൽ ജാർഖണ്ഡിൽ അങ്ങനെയല്ല. പണ്ട് ബീഹാറും ഉം, ജാർഖണ്ഡും ഒരുമിച്ചായിരുന്നു, അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പം പൊളിറ്റിക്കലി ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരാനും ആൾക്കാരുടെ ഡെവലപ്മെന്റിനകത്ത് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനും ഈവൻ ഈ സീറ്റുകളുടെ വിഷയത്തിനകത്തും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനൊക്കെ ഇതൊരു പക്ഷെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം തെലങ്കാനയായിട്ടും ആന്ധ്രാപ്രദേശായിട്ടൊക്കെ അതിനെ ഡിവൈഡ് ചെയ്തത് 2 സംസ്ഥാനങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും 2 സ്ഥലത്ത് ഒരു പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാനും ഒക്കെ ഒത്തിരി ഗുണം ചെയ്തു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. അത് കുറെ രീതിയിൽ ഈ ഒരു എല്ലാ സ്റ്റേറ്റുകൾക്കും ഓൾമോസ്റ്റ് സിമിലർ പോപ്പുലേഷനും സിമിലർ നമ്പർ ഓഫ് സീറ്റ്സും സെയിം ആവണമെന്നില്ലെങ്കിലും സിമിലർ ആക്കാനൊക്കെ ഈവൻ മധ്യപ്രദേശിനെയും മഹാരാഷ്ട്രനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഉം, സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നു. ഉം. അവസാനമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഇതൊക്കെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലല്ല, എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഡിഫറെന്റ് ആൾക്കാർ തരുന്ന ഒപ്പീനിയൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതൊന്നും പെർഫെക്റ്റ് സൊല്യൂഷൻസ് ആവണമെന്നില്ല. അവസാനം ഒരു കോംപ്രമൈസ് പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ബെറ്റർ കോംപ്രമൈസ് ഉണ്ടാക്കാൻ പറ്റുമോ ഉം. എന്നൊക്കെയുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് പറഞ്ഞ ഒരു ഐഡിയയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി പറയുന്നത് ഇപ്പോഴത്തെ രാജ്യസഭ കംപ്ലീറ്റ്ലി സ്ക്രാപ്പ് ചെയ്യുക, അതിന് പകരം ഒരു റവന്യൂ സഭ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് ശ്രുതി രാജഗോപാലൻ പറയുന്നത്. ഇത് ഉം. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര അധികം ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അത്ര അധികം നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം പ്രധാനമായിട്ടും ആ ഒരു ഫിസിക്കൽ പ്രശ്നം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നം പല സ്റ്റേറ്റ്സും പറയുന്നുണ്ട്. ഈ ഒരു ഡീലിമിറ്റേഷൻ എക്സസൈസ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഉം. അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം സ്റ്റേറ്റ്സിന് ഒരു നല്ലൊരു ഇൻസെന്റീവ് കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിലും കൂടിയാണ് ശ്രുതി രാജഗോപാൽ എന്ന് പറയുന്നത്. റവന്യൂ സഭ എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും റവന്യൂ ജനറേഷൻ പെർ ക്യാപിറ്റ വെച്ചിട്ട്, റവന്യൂ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാക്സുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് GST അല്ലെങ്കിൽ എക്സൈസ് ടാക്സ്, അങ്ങനത്തെ കുറച്ച് ടാക്സുകൾ ഉണ്ടല്ലോ. ഉം. ഇതൊക്കെ പെർ ക്യാപിറ്റ ആയിട്ട് പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ ആ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ട് അതിനാനുപാതികമായിട്ടുള്ള സീറ്റ് കൊടുക്കുക ഈ റവന്യൂ സഭയിൽ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് കൂടുതൽ റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ആ സ്റ്റേറ്റിന് ഉം. കുറച്ചും കൂടി കൂടുതൽ MP മാരായിരിക്കും ഈ ഒരു റവന്യൂ സഭയിൽ ഉണ്ടാവുക. ഉം. അപ്പോൾ കുറച്ചും കൂടി നല്ലോണം പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സിന് നല്ല നമ്പർ ഓഫ് MPs ഉണ്ടാവും. കൂടുതൽ ഉം. ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോഴാണല്ലോ കൂടുതൽ ടാക്സ് കളക്ഷൻ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഉം. അങ്ങനത്തെ സ്റ്റേറ്റ്സിന് കുറച്ചും കൂടി റെപ്രസെന്റേഷൻ നമ്മൾ ഈ ഒരു പാർലമെന്റിൽ കൊടുക്കുന്ന പോലെ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഈ ഫിനാൻഷ്യൽ പ്രശ്നം കുറെ അധികം റിസോൾവ് ചെയ്യാൻ പറ്റും. നല്ലോണം പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ്സിന് നല്ല രീതിയിൽ MP മാരുണ്ടെങ്കിൽ എന്നൊക്കെയുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. അതിൽ വേറൊരു സംഭവം കൂടി, ഇൻസെന്റീവിന്റെ കേസ് പറയുകയാണെങ്കിൽ, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ആഗ്രഹിക്കുക കുറച്ചും കൂടി എങ്ങനെയാണ് നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഉം. അവര് ചിലപ്പോൾ ചില സ്റ്റേറ്റ്സ് കൂടുതൽ ടാക്സ് ചാർജ് ചെയ്തിട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. പക്ഷെ ഉം. അത് നമ്മൾ ഈ ലാഫർ കർവ് എന്നൊക്കെ പറയുന്ന ഒരു കർവ് ഉണ്ട് ടാക്സ് കളക്ഷന്റെ കാര്യത്തിലൊക്കെ. അതായത് ഉം. ഭയങ്കരമായിട്ട് ടാക്സ് റേറ്റ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്ഷൻ കുറയും, ഉം. ആൾക്കാരൊന്നും ടാക്സ് കൊടുക്കാതെ ആവും എന്നൊക്കെ പറയുന്ന ഒരു കർവാണ് ലാഫർ ഉം. കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ടാക്സ് ചാർജ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ളതാണ് പൊതുവെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഉം. ടാക്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോൾ, കൂടുതൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കേസിലാണെങ്കിൽ ഗ്രോസ് ഉം. സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുതൽ ഉം. ഗ്രോത്ത് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ ടാക്സ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഉം. ഓരോ സ്റ്റേറ്റിന്റെയും ഇൻസെന്റീവ് അപ്പോൾ കൂടുതൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാവാൻ സാധ്യതയുണ്ട്. അത് വഴി ഒരു പോസിറ്റീവ് ഇന്ത്യക്ക് മുഴുവൻ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും എന്നൊക്കെ ശ്രുതി രാജഗോപാലൻ ഇതിൽ പറയുന്നുണ്ട്. ഉം. അതും എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് തോന്നി. കാരണം നമ്മള് ഭയങ്കര ഒരു വലിയൊരു ചേഞ്ച് ആണ്, ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഒരു രാജ്യസഭ മുഴുവനായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതും വേണമെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. യാ, സോനലിന് എന്താ ഇൻട്രസ്റ്റിംഗ് ഇത് ഐഡിയ ആണ്. കേട്ടപ്പോ തോന്നിയ?
ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. ഈ ഗ്രോത്തിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ പലപ്പോഴും ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ ഡിസ്ബേഴ്സ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഗ്രോത്ത് കുറഞ്ഞ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ പൈസ കൊടുക്കുന്നത്. ഗ്രോത്തിനെ ഡിസിൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അവരുടെ ഉദ്ദേശം പാവപ്പെട്ട സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അനുവദിക്കുക, അതിലൂടെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ വേറൊരു സ്ഥലത്ത് ചിന്തിക്കുമ്പോൾ ഗ്രോത്തിനെ ഡിസിൻസെന്റിവൈസ് ചെയ്യുന്നില്ല. ഗ്രോത്ത് വരുന്ന സംസ്ഥാനങ്ങളെ പണിഷ് ചെയ്യുന്ന പോലെയാണ്. സോ ഗ്രോത്തിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായാലും വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഉം. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അഗെയിൻ വളരെ എന്താ കറേജിയസ് ആയ ഐഡിയ ആണ്. സമയം എടുക്കുന്ന ഒരു സംഭവമാണ്. ബട്ട് നല്ല ഇതിൽ ഐഡിയ. വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ചിലപ്പോൾ നമ്മളുടെ പൊളിറ്റീഷ്യൻസ് അധികം ചിന്തിക്കണം എന്നില്ല, ഈ ലാഫർ കർവിനെ പറ്റി ചിന്തിക്കണം എന്നില്ല. അവർ ചിലപ്പോൾ പെട്ടെന്ന് എം പിമാരെ കൂട്ടാൻ വേണ്ടി ടാക്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രശ്നം യാ ഞാൻ കാണുന്നുണ്ട്. യാ അവരധികം ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല പലപ്പോഴും പല പോളിസീസും കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു യാ പ്രശ്നമുണ്ട്. യാ യാ. അതാണ് ഇപ്പം സീറ്റ് കൂടുന്നത് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മെജോറിറ്റി ഫോം ചെയ്യാനും പവറിലിരിക്കാനൊക്കെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അൺഇന്റന്റഡ് ആയ പല പ്രശ്നങ്ങളും വരാൻ വേണ്ടി ഇതിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്നതാണ്. അതായത് ഉം. ടാക്സിന്റെ നമ്പേഴ്സ് മാറ്റുക, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനുകളായിട്ടൊക്കെ കുറച്ച് കറപ്ഷൻ കൊണ്ടുവരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഉം. എനിവേ ആം, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡീലിമിറ്റേഷന്റെ ഹിസ്റ്ററി, മണ്ഡല പുനർനിർണയം എന്നൊരു സംഭവത്തിന്റെ ഹിസ്റ്ററി സംസാരിച്ചു. എന്താണെന്ന് സംസാരിച്ചു. എന്തുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഡീലിമിറ്റേഷൻ ആ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇന്ത്യ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിച്ചു. കുറച്ച് സൊല്യൂഷൻ ഐഡിയ സംസാരിച്ചു. ഇതൊന്നും പെർഫെക്റ്റ് സൊല്യൂഷൻസ് അല്ല ആനന്ദ് പറഞ്ഞു. അല്ലെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരമായിട്ട് ഈ സൊല്യൂഷൻസ് ആയിത്തീരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എനിക്ക് അവസാനം നിർത്തുന്നതിന് മുമ്പ് പറയാനുള്ള സംഭവം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഇപ്പം എന്നെ കാണുന്ന ഒരു മലയാളിയായിട്ടും തമിഴ്നാട്ടിലെ ഒരാൾ ഒരു തമിഴനായിട്ടും ഇപ്പം മധ്യപ്രദേശിലുള്ള ഒരാൾ ഒരു ഹിന്ദിക്കാരനായിട്ടും ഒന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നത്. നമ്മളെല്ലാവരെയും ഈക്വൽ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കാണുന്നത്. സോ ഇവിടെ ഒരു സൗത്ത് വേഴ്സസ് നോർത്ത് ഡിബേറ്റിന്റെ ആവശ്യം പല രീതിയിലും നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ സൗത്തിലെ പൊളിറ്റീഷ്യൻസ് നമ്മൾ ബ്ലെയിം ചെയ്യണം ഇന്ത്യൻനെസ് എന്നുള്ളൊരു ഐഡിയയിലോട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റാത്തതിന്, അതേസമയം നോർത്തിലെ പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ബ്ലെയിം ചെയ്യണം അങ്ങനെ ഒരു വെൽക്കമിങ് സംഭവം സൗത്തിന് പലപ്പോഴും കൊണ്ടുവരാത്തതും, ഈ സൗത്ത് വേഴ്സസ് നോർത്തും ഹിന്ദു മുസ്ലിമും അങ്ങനത്തെ പൊളിറ്റിക്സ് കളിക്കുന്നില്ല. സോ പൊളിറ്റിക്സിന് ഇതിനകത്ത് പല റോൾ, ഒരു ഒരു നമ്മുടെ ഒരു ലാസ്റ്റ് 75 ഇയേഴ്സിന്റെ പൊളിറ്റിക്സിന് ഒരു വലിയ റോളുണ്ട്. നമ്മൾ നോർത്ത് സൗത്ത് സെന്റിമെന്റ്സും ഒരു റീജിയണൽ സെന്റിമെന്റ്സിൻ പല പല സമയങ്ങളിലും നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു കൺട്രി സെന്റിമെന്റ്സിന്റെ മുകളിലോട്ട് പലപ്പോഴും വരുന്നതിന്. സോ ആ ഡിവിഷനും ഡിവൈഡിന്റെ എല്ലാം പുറത്തായിട്ട് നമുക്ക് ഈ വിഷയത്തെ എങ്ങനെ ചിന്തിക്കാം എന്നൊന്ന് ആണ് ഞങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ശ്രമിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കമന്റ്സിൽ പറയുക. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ വേറെ ആർട്ടിക്കിൾസോ വീഡിയോസോ ഉണ്ടെങ്കിൽ അത് കമന്റ്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മളെ കേൾക്കുന്ന ബാക്കിയുള്ളവർക്കൊക്കെ അത് കാണാൻ പറ്റും. ഓക്കെ. അപ്പം അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു എപ്പിസോഡും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾറൈറ്റ്. ബൈ ബൈ. ബൈ.